ദൈവം ഞങ്ങൾക്ക് വേണ്ടിയും ഒരു കഥ എഴുതി. ഇതായിരുന്നു ആ കഥയിലെ ലോകം. ഞങ്ങൾക്ക് മുന്നേ നടന്നവർക്കും പിന്നെ നടന്നവർക്കും ദൈവം കഥകൾ രചിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ കഥ തീർത്തും വ്യത്യസ്തമായിരുന്നു. ഇനി നമുക്ക് ആ കഥയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ഇണക്കവും പിണക്കവും സൗഹൃദവും പ്രണയവുമെല്ലാം ചാലിച്ച ഈ കഥയിൽ കാലം യവനികക്കുള്ളിൽ മറയുമ്പോഴും ഞങ്ങൾ കൈകോർത്ത് നിന്നു. ഒന്നിച്ചിരുന്നും കളിച്ചും ചിരിച്ചും പഠിച്ചുമെല്ലാം ഞങ്ങൾ ആ 2 വർഷത്തെ ഞങ്ങളുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത പുസ്തകത്താളിലേക്ക് എഴുതിവെച്ചു. ഇന്നിപ്പോൾ ആ പടിയിറങ്ങിയിട്ട് 2 വർഷമായി. എങ്കിലും ആ ഓർമ്മകൾ പുതുക്കാനും സ്വപ്നങ്ങൾ പങ്കുവെക്കാനും ഞങ്ങൾ ആ മരത്തണലിൽ ഇനിയും ഒരുമിച്ച് കൂടും. മണ്ണിലുറച്ച കാൽപാദങ്ങൾ പുതുമയ തട്ടി മാഞ്ഞു പോയപ്പോഴും ഓരോ കാൽപാദങ്ങൾക്കും പറയാനുണ്ടായിരുന്നു ആ അനന്തസാഗരമായ സൗഹൃദത്തിന്റെ കഥ. ഈ കൊച്ചു ലോകത്തിലെ ജീവിതത്തെ ദൈവം കഥയെഴുതി തുടങ്ങിയെങ്കിൽ ആ സൗഹൃദത്തിന്റെ കഥ അവസാനിക്കുന്നത് ഞങ്ങൾ മരിച്ചു എന്ന് ദൈവം എഴുതിവെച്ചിട്ടാകും. കാലം എത്ര പോയാലും എന്തു തന്നെ വന്നാലും ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും, ഒരുമിച്ച് കൂടും, സൗഹൃദത്തിന്റെ മണിമാളിക തീർക്കും. ബൈ ടീം ലേസി കാറ്റ്സ്.